ഞാനിപ്പോൾ ജനുവരി 3 തൊട്ട് ഫെബ്രുവരി 15 വരെയാണ് ഈ മാഘം എന്ന് പറഞ്ഞല്ലോ. പ്രയാഗിലൊക്കെ മാഘമഹോത്സവം നടക്കുന്ന ആ സമയത്താണ്. ഇപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങുന്നു എന്നല്ല. കാരണം പരമേശ്വർജിയുടെയൊക്കെ നേതൃത്വത്തിൽ പണ്ട് ഇതിനൊരു ശ്രമങ്ങൾ നടന്നിരുന്നു, ഇങ്ങനെയുള്ളൊരു പുനരുജ്ജീവനത്തിനെക്കുറിച്ച്. മലപ്പുറത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചിട്ട് പഴയ ആചാര്യന്മാരും സാമാജിക നേതൃത്വമൊക്കെ പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ നിന്ന് അവിടെ ഒരു പ്രശ്നവിചാരത്തിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ട് ഇടയ്ക്ക് എന്തോ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പല ശ്രമങ്ങൾ പല കാലത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള കുറച്ച് പേര്, അവിടുത്തെ മേൽശാന്തി അരിക്കര സുധീർ നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഗണപതി ഹോമം, നദീപൂജ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ ചെറുതായി ഒരു 10 കൊല്ലമായിട്ട് ഓരോ കൊല്ലവും വലുതായി ആ കോവിഡിൻ്റെ സമയത്തൊക്കെ മാത്രമാണ് മുടങ്ങിപ്പോയത്. വലുതായി അങ്ങനെ ഒരു രീതിയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പുതിയ ഒരു മുഖം അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു എനർജി കൂടി ചേരുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം അത് വലിയ പ്രാധാന്യത്തിലേക്ക് വന്നു, വലിയ പ്രസക്തിയിലേക്ക് വന്നു, സന്യാസിമാരുടെ ശ്രദ്ധയിലേക്ക് വന്നു. അങ്ങനെ ഒരു അടുത്ത് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ഭാരതത്തിലെ മുഴുവൻ ആധ്യാത്മികതയുടെയും ഒരു സംഗമമായിട്ട് മാറാനുള്ള ഒരു തുടക്കം ആണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ ഈ രണ്ട് സമ്പ്രദായത്തിലും, അതായത് പൂർണിമാന്തമായിട്ടും അമാന്തമായിട്ടും 2 തരത്തിലും പരിഗണിക്കുന്നതിൽ വരുന്ന പക്ഷം മൗനി അമാവാസി തൊട്ട് മാഘപൂർണിമ വരെയുള്ള സമയമാണ്. അപ്പോൾ അതിൽ അവിടെ ഈ മൃത്യുവും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ തിരുനാവായ എപ്പോഴും ബലിക്രിയ പിതൃമോക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മൃത്യുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അവിടുത്തെ പഴയ യുദ്ധങ്ങൾ ഇതൊക്കെ കൂടി ബന്ധപ്പെട്ട് ആ ഒരു ഭാവം വളരെയേറെ ഉള്ളതുകൊണ്ട് പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ കൗളവും വൈദികവുമായിട്ടുള്ള പ്രായശ്ചിത്ത ശ്രാദ്ധാദികൾ, ശ്മശാന പ്രായശ്ചിത്തം ഇങ്ങനെയുള്ളത് ആദ്യത്തെ 3 ദിവസം 16, 17, 18 തീയതികളിൽ നടന്ന് 19 വൈകിട്ടാണ് ഈ ഇതിൻ്റെ ധർമ്മധ്വജാരോഹണം, മഹാമാഘമഹോത്സവത്തിൻ്റെ ധർമ്മധ്വജാരോഹണം. 19 തൊട്ട് ഈ നേരത്തെ മാഘത്തിൽ മകം നക്ഷത്രമാണ് പൂർണിമ വന്നിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മകം നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ മകം നക്ഷത്രത്തിൽ എല്ലാവരും ചേർന്ന് രാവിലെ യോഗീശ്വര പൂജയും യതി പൂജയും സ്നാനവും സമഷ്ടി ഭണ്ഡാരയും ചേർന്നിട്ട് അവസാനിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിനെ പൊതുവായിട്ടൊന്ന് തവണ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം കുംഭമേള അല്ലെങ്കിൽ കുംഭമേള പോലുള്ള മാഘമേള, പുഷ്കരമേള ഇതിലൊക്കെ ഏറ്റവും പ്രധാനം തീർത്ഥസ്നാനവും നമ്മുടെ ഒരു സ്വാധ്യായം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജപം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധന എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ഒരു നവകോടി നാരായണ ജപാർച്ചന നമ്മൾ ഇതിൻ്റെ 19 രാവിലെ മുതൽ അഖണ്ഡമായിട്ട് നമ്മൾ ക്ഷേത്രം തുറന്നിരിക്കുന്ന രാത്രി അടയ്ക്കുന്നത് വരെയുള്ളൊരു സമയത്ത് അഖണ്ഡമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ വന്നു ചേരുന്ന എല്ലാവർക്കും അതിൽ പങ്കാളിയാവാൻ വേണ്ടിയിട്ട്, ഈ ഒരു സങ്കല്പത്തിലേക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് ഈ ജനുവരി 3 തൊട്ട് മാഘം തുടങ്ങുന്ന സമയം തൊട്ട് ഫെബ്രുവരി 15 വരെ എല്ലാവരും അവരുടെ ഈ സംസ്കൃതിയോട് ഒരു ആ സംസ്കൃതിയെ ആദരിക്കുന്ന എല്ലാവരും അവരവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ കൂട്ടമായിട്ടും ഈ ഒരു നാരായണ ജപാർച്ചന എത്ര തവണ പറ്റുമോ അത്ര തവണ അഷ്ടാക്ഷരി ജപിച്ച് ഒരു പുഷ്പം കൊണ്ടൊരു വിളക്കിലേക്ക് സമർപ്പിച്ച് അതിൻ്റെ ഒരു അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുക. അവിടെ വരുന്ന സമയത്ത് ഈ സ്നാനവും ഈ ജപത്തിൽ പങ്കെടുക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഒരു ഈ മൗനി അമാവാസി തൊട്ട് മാഘപൗർണിമ വരെയുള്ള ദിവസത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അവിടെ നിള ആരതി എല്ലാ ദിവസവും വൈകിട്ട് നടക്കും. പിന്നെ എല്ലാ ദിവസവും രാവിലെ വേദഘോഷത്തോട് കൂടിയിട്ട് അന്ന് അവിടെ എത്തിച്ചേരുന്ന ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഒരു സ്നാനവും സത്സംഗവും ഉണ്ടാവും. പക്ഷേ മുഴുവൻ സമയവും വരാം, സ്നാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഈ ദിവസങ്ങൾ വളരെ ദേവതാ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അതായത് ഈ മൗനി അമാവാസിയാണ് 18, അത് കഴിഞ്ഞാൽ 22 ഗണേശ ജയന്തിയാണ്. അതിനെ പിറ്റേന്ന് വസന്ത പഞ്ചമി, ശാരദാ പഞ്ചമി. ഉത്തരഭാരതത്തിലൊക്കെ എഴുത്തിനിരുത്ത്, നമ്മൾ വിജയദശമിക്ക് ചെയ്യുന്ന എഴുത്തിനിരുത്ത് നടക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ രഥസപ്തമി, അത് സൂര്യൻ്റെ ദിവസമാണ്, നവഗ്രഹങ്ങളുടെ ദിവസമാണ്. പിന്നെ ഭീഷ്മാഷ്ടമി, വിഷ്ണു സഹസ്രനാമം അവതരിച്ച ദിവസമാണ്. പിന്നെ ഇതൊരു ഗുപ്ത നവരാത്രിയാണ്, 19 തൊട്ട് 9 ദിവസം. അതായത് മാഘ ഗുപ്ത നവരാത്രി, അത് ദശമഹാവിദ്യകളുടെ സാക്ഷാത്കാരത്തിന് വളരെ വിശേഷമായിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗുപ്ത വിജയദശമി, പിന്നെ ജയ ഏകാദശി, അത് പുണ്യത്തിനും പാപവിമോചനത്തിനും വേണ്ടിയിട്ടുള്ള ഏകാദശിയാണ്. അത് കഴിഞ്ഞാൽ മാഘപൂർണിമ, ഷോഡശിയുടെ അവതാര ദിവസമാണ്. പിന്നെ മകം നക്ഷത്രം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ തിഥികളെല്ലാം കുംഭമേളകളിലെ സ്നാന ദിവസം കൂടിയാണ്. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട, അപ്പോൾ അതിന് പ്രത്യേകം പൂജകൾ.
ഇപ്പോൾ ഈ മാഘമേളയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സ്പെക്ട്രത്തിലും പെട്ട പരമ്പരകളിലെ ആചാര്യന്മാർ ഈ ക്രിയകളുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതായത് ഉള്ളാടർ, കാണികൾ, ഇരുളർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പരമ്പരകളും സമഗ്ര ഹിന്ദു സമൂഹം അവരവരുടെ ദേവതകളുടെ അർച്ചന ഈ മഹാസംഗമത്തിൻ്റെ ചൈതന്യത്തിന് വേണ്ടിയിട്ട് അവിടെ കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്.